സാംസങ്ങിന്റെ ഗാലക്സി ബഡ്സ് 2 പ്രോ 17,999 രൂപയ്ക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇയർഫോണിൽ എന്ത് തേങ്ങയാണുള്ളത് എന്ന് പല ആൾക്കാർക്കുള്ളൊരു സംശയമാണ്. എന്താണുള്ളത് ഈ ഒരു പ്രൈസ് കൊടുത്ത് മേടിക്കുവാണെങ്കിൽ അതിനകത്ത് എന്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചറാണ് ഒരു സാധാരണ ട്രൂ വയർലെസ് ഇയർഫോൺസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ലഭിക്കുന്നത് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സ്പോയിലർ അലേർട്ട്. ഒരു കാര്യം ഞാൻ ഡെഫിനറ്റ്ലി പറയാം, നിങ്ങൾ കൊടുക്കുന്ന ക്യാഷിനുള്ള മുതൽ ഈ സാധനത്തിലുണ്ട്. യൂണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് മറ്റ് ഇയർഫോൺസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ളത്. സോ ബഡ്സ് 2 പ്രോ ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ പ്രീമിയം സാംസങ് പാക്കേജിംഗ് ആണ്. യെസ്, ബ്ലാക്ക് കളറിൽ ബഡ്സിന്റെ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ബഡ്സ് ഇരിക്കുന്നത് കാണാം. പ്ലസ് നിങ്ങൾക്ക് ഒരു പെട്ടിയും കിട്ടുന്നുണ്ട്. ഈ പെട്ടിക്കകത്ത് ആക്ച്വലി പ്രാക്ടിക്കലി യൂസബിൾ ആയിട്ടുള്ള ഒരു വലിയ USB Type-C to USB Type-C കേബിൾ ലഭിക്കുന്നുണ്ട്. മറ്റ് ബ്രാൻഡുകൾ ഇത് ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യണം. കാരണം കുഞ്ഞ് ഇത്ര ഉള്ള ഒരു കേബിൾ കൊടുക്കാണ്ട് ആക്ച്വലി ഒരു നീളമുള്ള പ്രാക്ടിക്കലി യൂസബിൾ കേബിൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. കൂടാതെ നിങ്ങൾക്ക് എക്സ്ട്രാ ഇയർ ടിപ്സും വരുന്നുണ്ട്. പ്ലസ് സാംസങ്ങിന്റെ ഒരു യൂസർ മാനുവലും കുറച്ച് പേപ്പർ വർക്കുകളും ഇത്രയുമാണ് പെട്ടിക്കകത്തുള്ളത്. ആൻഡ് ദിസ് ഈസ് അവർ ട്രൂ വയർലെസ് ഇയർഫോൺസ്. പൊതുവെ നമ്മുടെ ബ്ലൂടൂത്ത് ഇയർഫോൺസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് 16 ബിറ്റ്സ് ആണ്. സോ 16 ബിറ്റ് ഓഡിയോ എന്ന് പറയുന്നത് കുഴപ്പമില്ല. എന്നാൽ പോലും നമുക്ക് ആക്ച്വലി കിട്ടുന്ന ഓഡിയോയുടെ മുഴുവൻ ക്വാളിറ്റി ബ്ലൂടൂത്ത് വഴി ലഭിക്കില്ല. എസ്പെഷ്യലി വയേർഡൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ബ്ലൂടൂത്തിൽ ഒരു ചെറിയ ക്വാളിറ്റി വ്യത്യാസം കാണും. ഇതിനെ പ്രധാനമായിട്ടുള്ള പ്രശ്നമായിട്ട് എടുത്ത് സാംസങ് ഇപ്രാവശ്യം ഈ ഒരു ഇയർഫോൺസ് ചെയ്തത് ഇവരുടെ തന്നെ ഒരു കോഡക് ആയിട്ടുള്ള സാംസങ് സീംലെസ് കോഡക് എന്ന് പറഞ്ഞ പുതിയ കോഡക് ആഡ് ചെയ്തു. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ഈ ഒരു കോഡക് വഴി 24 ബിറ്റ് ഓഡിയോ നിങ്ങൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതായത് നോർമൽ 16 ബിറ്റിനും ഏകദേശം 256 ടൈംസ് ബെറ്റർ ഓഡിയോ ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസിൽ നിന്ന് കിട്ടുന്നത്. ആക്ച്വലി നിങ്ങൾ ഈ ഒരു സാധനം കണക്ട് ചെയ്തിട്ട് ഡെവലപ്പർ സെറ്റിംഗ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ കാണാൻ പറ്റും ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസിൽ വരാൻ പറ്റുന്ന മാക്സിമം ക്വാളിറ്റി. അതായത് ഒരു ബ്ലൂടൂത്ത് ഇയർഫോണിൽ കിട്ടുന്ന ഒരു മാക്സിമം ക്വാളിറ്റിയിലാണ് ഈ സാധനം ട്രാൻസ്ഫർ ആവുന്നത്. ഡിസ്ക്ലെയിമർ, സാംസങ് ഡിവൈസുകളുടെ കൂടെ മാത്രമായിരിക്കും ഈ ഒരു പരിപാടി ലഭിക്കുന്നത്. സോ ഈ 24 ബിറ്റിന്റെ ആക്ച്വൽ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ യൂട്യൂബിലൊക്കെ ചില ഡോൾബിയുടെ ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും. ആ വീഡിയോസ് ഇട്ടിട്ട് നോർമൽ ഇയർഫോൺസ് വെച്ച് കേട്ടിട്ട് ഇത് വെച്ച് കേൾക്കുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ബോളൊക്കെ തെറിച്ച് വരുമ്പോൾ ബാക്കിൽ നിന്നൊക്കെ വരുന്ന പോലെ ആൻഡ് ഈച്ച് ഒരു ഹൈ ആയിക്കോട്ടെ ലോ ആയിക്കോട്ടെ മിഡ് ആയിക്കോട്ടെ വോയിസുകൾ തമ്മിലുള്ള സെപ്പറേഷൻ നല്ലപോലെ മനസ്സിലാവും. ഇതിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഒരു പരിപാടിയും കൂടി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, 360 ഓഡിയോ. എന്താണ് 360 ഓഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റും സ്പീക്കേഴ്സ് ഉണ്ടാവും. അപ്പോൾ ചുറ്റും ഓഡിയോ വരുന്ന ഒരു ഫീലിംഗ് കിട്ടും. അങ്ങനത്തെ ഒരു ഡോൾബി അല്ലെങ്കിൽ എന്താ പറയുക ഒരു 5.1 7.1 സറൗണ്ട് സൗണ്ടില്ലേ ആ സെയിം എഫക്ട് ഇതിനകത്ത് അവർ ഒരു 2-way കോആക്സിയൽ സ്പീക്കർ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഒരു ബേസ് ഒരു വൂഫറും ഉണ്ട്, അതേപോലെ ഒരു ട്വീറ്ററും ഉണ്ട്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫീലിംഗ് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പ്ലസ് ഇവർ ഹെഡ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞ പരിപാടിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇങ്ങനെ ഫോൺ വെച്ച് കാണുവാണെങ്കിൽ തല തിരിക്കുന്ന സമയത്തും ആക്ച്വലി ഓഡിയോ നിങ്ങളുടെ ഫ്രണ്ടിലുള്ള സ്പീക്കറിൽ നിന്നാണ് വരുന്നത് എന്നുള്ള രീതിക്ക് തോന്നിക്കുന്ന ഹെഡ് ട്രാക്കിംഗ് ഫീച്ചറും അവൈലബിൾ ആണ്. എന്നാൽ എന്നെ ഏറ്റവും അതിശയിപ്പിച്ച ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഫോൺ ഇട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ നോക്കിയാണല്ലോ ഫോൺ ഉപയോഗിക്കുക, ഇങ്ങനെ തല കുനിച്ചിട്ട്. അപ്പോൾ തല കുനിച്ച് കുറേ നേരം ഇരിക്കുകയാണെങ്കിൽ കഴുത്തിനൊക്കെ അത് കേടാണ്, പോസ്ചർ ശരിയല്ല. അതുകൊണ്ട് തന്നെ ഈ ഇയർഫോൺസ് നിങ്ങൾ വെക്കുവാണെങ്കിൽ ഇതിന്റെ ഗാലക്സി വെയർ ആപ്ലിക്കേഷനകത്ത് പോയിട്ട് പോസ്ചർ ശരിയാക്കുന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ടിക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ ഇയർഫോൺസ് തന്നെ നിങ്ങളുടെ ഹെഡിന്റെ പോസ്ചർ ഡിറ്റക്ട് ചെയ്ത് നിങ്ങൾ കുറേ നേരം ഇവിടെ തല കുനിച്ചിരിക്കുന്നുണ്ട് നേരെ വെക്കൂ എന്നുള്ള രീതിക്കുള്ള നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസിൽ ഇത്തരത്തിലൊരു പരിപാടി കാണുന്നത്. ആൻഡ് വേറൊരു കാര്യം കേട്ടോ, ഇതിനകത്തുള്ള മൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മൈക്രോഫോൺസ് ഇൻ ട്രൂ വയർലെസ് ഇയർഫോൺ. ഞാൻ കേട്ട് കഴിഞ്ഞിട്ട് ഇത് ട്രൂ വയർലെസ് ഇയർഫോൺസിൽ തന്നെയാണോ റെക്കോർഡായത് എന്ന് തോന്നിപ്പോയി. ആക്ച്വലി നിങ്ങളൊന്ന് കേട്ട് നോക്കും, നിങ്ങൾക്കും ചിലപ്പോൾ അത് തോന്നാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം സാംസങ് ഗാലക്സി ബഡ്സ് 2 പ്രോയിന്റെ മൈക്രോഫോൺസിലൂടെയാണ്. സോ ഇത്തരത്തിലായിരിക്കും എൻ്റെ ഓഡിയോ ക്വാളിറ്റി വരുന്നത്. കേട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് താഴെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ആൻഡ് ഇത്ര നല്ല മൈക്കുള്ളതുകൊണ്ട് തന്നെ 2 ഗുണമുണ്ട് കേട്ടോ. ഒന്ന്, നമ്മുടെ ശബ്ദം പ്രോപ്പറായിട്ട് റെക്കോർഡ് ആവും എന്ന് മാത്രമല്ല ANC ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇപ്രാവശ്യം ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ മോഡിൽ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഡും. പിന്നെ ഒന്നും ഞാൻ നിങ്ങൾക്ക് ഒരു സാമ്പിൾ കാണിച്ചു തരാം, റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ, ഇതാണ് നോർമലി ഒരു ട്രാൻസ്പെറൻസി മോഡ്, അഥവാ ചുറ്റുമുള്ള എല്ലാം കേൾക്കാൻ പറ്റുന്ന ഒരു മോഡ് എന്ന് വിചാരിക്കുക. അതിനുശേഷം നിങ്ങൾ ഇയർഫോൺസ് നോർമലി വെക്കുമ്പോൾ ഒരു മോഡ് ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ ഏകദേശം ഇത്തരത്തിലായിരിക്കും സൗണ്ട്. ഇനി ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കുന്ന ആ ഒരു സമയത്ത് കണ്ടില്ലേ, ടോട്ടൽ സൈലൻസ് ചുറ്റുമുള്ള ഒന്നും നമ്മുടെ ആ ഒരു പാട്ട് മാത്രം കേൾക്കുന്ന രീതിക്കുള്ളതായിട്ട് ഇപ്രാവശ്യം കിട്ടുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഹൈലൈറ്റ്. പക്ഷേ ഇവിടെയും ഒരു അടിപൊളി സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ജോ മൂവ് ഇല്ലേ, നമ്മുടെ ജോയുടെ മൂവ്മെന്റ് അനുസരിച്ച് ഇത് എന്ത് ചെയ്യുന്നു വെച്ചാൽ സപ്പോസ് നിങ്ങൾ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ വെച്ച് ചുറ്റുമുള്ള ഒന്നും കേൾക്കാതെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു പുള്ളി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്. സോ നിങ്ങൾക്ക് തിരിച്ച് സംസാരിക്കണമെങ്കിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ മാറ്റി ട്രാൻസ്പെറൻസിയിലാക്കിയിട്ട് വേണ്ട സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കേൾക്കില്ലല്ലോ. എന്നാൽ നിങ്ങൾ
മറ്റുള്ള ഒരാളോട് സംസാരിക്കാനായിട്ട് തുടങ്ങിയെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ജോ മൂവ്മെന്റ് ഡിറ്റക്ട് ചെയ്ത് തനിയെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ആക്കി ട്രാൻസ്പെറൻസി മോഡിലേക്ക് ആക്കി തരും. സംസാരം കഴിഞ്ഞ് ഏകദേശം ഒരു 5-6 സെക്കൻഡേക്ക് നിങ്ങൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ തിരിച്ച് പഴയ പോലെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനിലേക്ക് വരും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. പ്രത്യേകിച്ച് ജിമ്മിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ജിമ്മിൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ എന്താ തനിയെ മാറുന്നു. അതിനുശേഷം നമ്മുടെ വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോൾ പഴയ പോലെ ANC ഓൺ ആവുന്നു. വെരി ഹാൻഡി ഫീച്ചർ. അടുത്ത വ്യത്യാസം ഡിസൈനിലാണ്. ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ഡിസൈൻ ആക്കിയിട്ടുണ്ട്. ടോട്ടലി മാറ്റ് ഫിനിഷ്, ഒരു റബ്ബർ കോട്ടിംഗ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു വയർലെസ് ചാർജിംഗ് പാഡ് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ചാൽ ചാർജ് ചെയ്യാൻ പറ്റും. പ്ലസ് ബാക്ക് സൈഡിൽ ഒരു ടൈപ്പ് സി പോർട്ട് ഉണ്ട്. ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. ആൻഡ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അകത്തും നിങ്ങൾക്ക് ഒരു LED ഇൻഡിക്കേറ്റർ കാണാൻ പറ്റുന്നുണ്ട്. സൗണ്ട് ബൈ AKG എന്ന് കാണാം. ആൻഡ് നമ്മുടെ 2 ട്രൂ വയർലെസ് ഇയർഫോൺസ് അവിടെ ഇരിക്കുന്നുണ്ട്. ബഡ്സ് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ എന്ത് കുട്ടിയാന്ന് നോക്കി. ഈ സാധനം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളെ ഏകദേശം 15% എന്തോ കുറച്ചിട്ടുണ്ടെന്നുള്ള സൈസ്. ഭയങ്കര കുട്ടിയാണ്. എന്നാൽ കുറേ അധികം ഇതിനകത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊക്കെ കാണാൻ പറ്റും. ഒന്നാമത്തെന്ന് വെച്ചാൽ ഇത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷന് വേണ്ടിയിട്ടുള്ള ഒരു മൈക്രോഫോണും അതിന്റെ ഗ്രില്ലും കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആക്ച്വലി ഒരു ടച്ച് പാഡ് ആണ് വരുന്നത്. പിന്നെ ബാക്ക് സൈഡിൽ നോക്കുവാണെങ്കിൽ ചെവിയിൽ വെക്കുന്ന സമയത്ത് ചെവിയുടെ ഉള്ളിലുള്ള ഇയർ കനാലിന്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു വെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു IR ഇൻ-ഇയർ ഡിറ്റക്ഷൻ ചെക്ക് ചെയ്യാനായിട്ട്, ചെവിയിലാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഡിറ്റക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഇതിനകത്തുണ്ട്. പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോമിലാണ്, കുറച്ചുകൂടെ കുട്ടി ഫോമിലാണ് ഇപ്രാവശ്യം ആക്കിയിരിക്കുന്നത്. ഇത് ചെവിയിൽ വെക്കുന്ന സമയത്ത് ടോട്ടലി നിങ്ങൾക്ക് നല്ലൊരു കംഫർട്ടബിൾ ഫിറ്റ് ആണ് വരുന്നത്. എനിക്ക് പലപ്പോഴും ഈ ഇങ്ങനത്തെ ബഡ്സ് ടൈപ്പ് ഞാൻ ഉപയോഗിക്കാറില്ല എന്നുള്ളതുകൊണ്ട് ഇതിങ്ങനെ വെക്കുമ്പോൾ ചെവിന്ന് താഴെ വീഴുമോ എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. പൊതുവേ ബഡ്സ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തോന്നൽ വരാം. പക്ഷേ ആക്ച്വലി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഇത് വീഴൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു വീഴുമോ എന്നുള്ളൊരു ഫീൽ വരുന്നല്ലാണ്ട് വീഴത്തില്ല, കൃത്യമായിട്ടിരിക്കും. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഒരു പേടിയുണ്ട് ഇത് വീഴുമോ ഇല്ലയോ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഗാലക്സി വെയർ ആപ്പിനകത്ത് ഇയർ ഫിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൃത്യമായിട്ടുള്ള ഇയർ ടിപ്സ് ആണോ ഉപയോഗിക്കുന്നതെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ ഫിറ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് പാസ് ആവുന്ന ഏത് ഇയർ ടിപ്സിലാണോ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ചെവിയിൽ നിന്ന് വീഴുന്ന ഒരു പ്രശ്നമേ വരില്ല. ഇനി കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഈ സാധനം നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഫോണിനകത്ത് ഇങ്ങനെ ഗ്രാഫിക്കലായിട്ട് ഇങ്ങനെ വരും. ബഡ്സിൽ എത്ര ചാർജ് ഉണ്ട്, കേസിന് എത്ര ചാർജ് ഉണ്ട് എന്നൊക്കെ. പ്ലസ് ബ്ലൂടൂത്ത് 5.3 വെർഷനാണ് യൂസ് ചെയ്യുന്നത്. സോ പട്ടയും നിങ്ങളുടെ കണക്ട് ആവും. അതുപോലെ തന്നെ ഇതിനകത്ത് ഗെയിമിംഗ് മോഡ് ഉണ്ട്. ഗെയിമിംഗ് മോഡ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വഴി ഓൺ ആക്കാനായിട്ട് പറ്റും. ലോ ലേറ്റൻസി മോഡ് എന്നുള്ളൊരു പരിപാടി. അതുപോലെ നിങ്ങൾക്ക് ഒരു ഗാലക്സി വാച്ച് ഉണ്ട്, അല്ലെങ്കിൽ ഗാലക്സി ബുക്ക് ഉണ്ട്, ഗാലക്സി ടാബ് ഒക്കെ ഉണ്ടെങ്കിൽ ഇടയിൽ തമ്മിൽ സീംലെസ് ആയിട്ട് സ്വിച്ച് ആവുന്ന പരിപാടിയും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. വളരെ നല്ല ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. അതിനകത്തും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 15% സ്മോളർ ആക്കി ശരി, കേസ് കുറച്ചുകൂടെ കുട്ടിയാക്കി ശരി, ഇതെങ്ങാനും കളഞ്ഞു പോയാൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇപ്രാവശ്യം സ്മാർട്ട് തിങ്സ് ഫൈൻഡ് എന്ന് പറഞ്ഞ സാംസങ്ങിന്റെ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ബഡ്സ് ഫൈൻഡ് ചെയ്യാനൊരു പരിപാടിയുണ്ട്. അതായത് ഓഫ്ലൈൻ ആയിട്ടായാലും, അതായത് നെറ്റ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് എവിടെയാണുള്ളത് എന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈച്ച് ബഡ്സ്, ലെഫ്റ്റ് ബഡും റൈറ്റ് ബഡും ഇൻഡിവിജ്വലി നിങ്ങൾക്ക് വോയിസ് ഒക്കെ പ്ലേ ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്ന പരിപാടിയുണ്ട്. എന്തിന് നിങ്ങൾ ബഡ്സ് യൂസ് ചെയ്തു എവിടെയെങ്കിലും പോയി അതവിടെ വെച്ച് മറന്നു വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് അനങ്ങുമ്പോഴേക്കും കാണിക്കും നിങ്ങൾ ബഡ്സ് എവിടെയോ മറന്നു വെച്ച് പോയിട്ടുണ്ട്, ഇവിടെയാണ് ലാസ്റ്റ് ലൊക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ചത്, അവിടെ പോയിട്ട് സാധനം തിരിച്ചെടുക്കുമെന്ന്. സോ വളരെ ഹാൻഡി ഫീച്ചറാണ്. ഇത്രയും പ്രൈസ് കൊടുത്തൊരു സാധനം മേടിക്കുമ്പോൾ എങ്ങാനും മിസ്സായി പോയാലോ എന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഫീച്ചർ നിങ്ങളെ ഹെൽപ്പും ചെയ്യും. സോ വൺ ഫുൾ ചാർജിൽ ഏകദേശം ഒരു 5-6 മണിക്കൂറോളം ഈ ഒരു ബാക്കപ്പ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ബാറ്ററി ബാക്കപ്പിന്റെ കാര്യത്തിലായാലും യാതൊരു പ്രശ്നവും എനിക്കില്ല. ഇനി പ്രൈസ് വൈസ് 17,999 രൂപയ്ക്കാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് കൊടുത്ത് വാങ്ങുന്നതിന് വെർത്താണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി വെർത്താണ്. കാരണം അത്രത്തോളം ഇമ്പ്രൂവ്മെന്റ്. പ്രത്യേകിച്ച് നിങ്ങളൊരു സാംസങ് ഗാലക്സി ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളിത് മേടിക്കുക. ആ ഒരു 24-bit ഓഡിയോ എന്ന് പറയുന്നത് ഫീൽ ചെയ്ത് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഡെഫിനറ്റ്ലി വെർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ എന്തൊക്കെയോ ഒരു ഇൻട്രോഡക്ടറി കാർഡ് ഓഫറും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. അങ്ങനെയൊക്കെ മേടിക്കുവാണെങ്കിൽ വാല്യൂ ഫോർ മണി എന്നേ പറയുള്ളൂ. സോ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ക്ലിക്ക് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.